ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അടുത്തായിട്ട് വർക്കിന് വന്നിട്ടുള്ളത് ഇന്നോവയാണ് കേട്ടോ. അപ്പോൾ ഇന്നോവ നമുക്ക് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇന്നോവയാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടി നമുക്ക് വന്നിട്ടുള്ളത് മുക്കം ഭാഗത്തുനിന്ന് കേട്ടോ. അത്യാവശ്യം രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ കുറച്ച് അധികം കാലങ്ങളായി. അപ്പോൾ അവർക്ക് തോന്നി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ വണ്ടിയിൽ ഓൾറെഡി നമുക്ക് ലെക്സസ് കിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. എല്ലാവരും നമ്മൾ ലെക്സസ് കിറ്റ് എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ABSന് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് വരുന്നുണ്ട്. ഫൈബറിനായിട്ട് റേറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഫൈബറിൽ നെഗറ്റീവ്സ് ഉണ്ട്, അതേപോലെ പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് ചെറിയൊരു എക്സ്പെൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ABS ആട്ടെ കുറച്ചധികം റേറ്റ് ആവും. പക്ഷേ ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രാക്കും കാര്യങ്ങളും നമുക്ക് ഡെയിലി പർപ്പസ്, അത് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വാഹനങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഫൈബർ വർക്ക് ചെയ്യാണ്ടിരിക്കുക. ഫൈബർ വർക്ക് ചെയ്യേണ്ട ദോഷങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് കസ്റ്റമൈസ്ഡ് വണ്ടികൾ, സിവിക്ക് ആയിക്കോട്ടെ, മറ്റൊരുപാട് വണ്ടികൾ നമുക്ക് ഫൈബർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫൈബർ അത്ര മോശക്കാരനൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ചെറിയ ചെറിയ തട്ടിനും മുട്ടിലൊക്കെ ചെറിയ ക്രാക്കും കാര്യങ്ങളും വരും. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു വണ്ടി ആണെങ്കിലും മാക്സിമം ഒഴിവാക്കാമെന്ന് മാത്രം. കാരണം ഫൈബറിനെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫിറ്റിങ്സിലും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നും നമുക്ക് ഫൈബറിന് വരുന്നില്ല. എങ്കിലും കൂടിയിട്ട് ഡെയിലി പർപ്പസ്, അതായത് അത്യാവശ്യം തട്ടും ക്രാക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈബർ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. ABS മാത്രം ചൂസ് ചെയ്യുക. അല്ല കിട്ടാത്ത കിറ്റ്, അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ്, നമുക്ക് എത്രത്തോളം ഫണ്ട് കുറയോ അത്രത്തോളം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈബർ വളരെ നല്ലതാണ്. കാരണം ഫണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഓൾറെഡി ലെക്സിൻ്റെ കിറ്റ് ഉണ്ട്. ഈ ഒരു കിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അതായത് നമ്മൾ Type 4ലേക്കാണ് ഈ വണ്ടി മാറ്റുന്നത് കേട്ടോ. എല്ലാവരും Type 4 ലെക്സിലേക്ക് മാറ്റും. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ്. കാരണം പറ്റുന്നില്ല ഇത് ലുക്ക്, കാരണം ഈ ഒരു ലുക്കിൽ ഇവരിപ്പോൾ ഒരുപാട് ഉപയോഗിച്ചു, ഒരു അപ്ഡേഷൻ ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ബമ്പറും അതേപോലെ തന്നെ ഗ്രില്ലും ബോണ്ട് ഗാർണിഷുമാണ് ഫ്രണ്ട് ലുക്കിൽ നമ്മൾ മാറ്റുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ലെക്സസ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൽ അപ്ഡേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി Type 4ലേക്കാകും. അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. വണ്ടി ഓൾറെഡി ബ്ലാക്ക് ആണ്, പക്ഷേ നമുക്ക് ഒന്നും കൂടി വണ്ടി ഫുൾ പെയിൻറ്റിംഗ് ഉണ്ട്, ബ്ലാക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വണ്ടിയിൽ നല്ലതാണ് ഒരു അടിപൊളി അലോയ്സ് നമ്മുടെ വണ്ടിയിലുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളതൊന്ന് റീപെയിൻറ്റ് ചെയ്യും. വേറെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാ ആ ഒരു ലെക്സസ് കിറ്റ് ചെയ്ത സമയത്ത് ചെയ്തിട്ടുള്ള സ്കേർട്ടാണ്, ഫൈബറാണ്. അതും നമ്മൾ മാറ്റിയിട്ട് ആ ഒരു Type 4ൻ്റെ സ്കേർട്ട് നമ്മൾ ആഡ് ചെയ്യും. വേറെ പ്രത്യേകിച്ച് സൈഡിൽ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനില്ല. പെയിൻറ്റിങ്ങിൽ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കുറച്ച് വർക്ക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. റിയർ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റിയർ ലുക്കിൽ വന്നിട്ടുള്ള നമ്മൾ ആ ഒരു ലെക്സസിൻ്റെ ഒരു ബമ്പറും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ചതാ നമുക്കിതൊക്കെ നമ്മളൊരു സ്ക്രൂറിലാണ് ചെയ്യുക. കാരണം അത് ഫൈബർ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, പിന്നെ ബോൾട്ടിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഫൈബറിൽ ഇങ്ങനെ ഒരു ക്രാക്കും കാര്യങ്ങളൊക്കെ വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീട് അത്രത്തോളം മെയിൻറ്റെയിൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അത്രത്തോളം കെയർ ചെയ്തിട്ട് കൊണ്ടെടുക്കുന്ന വണ്ടിയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇന്നോവ എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടെടുക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ കുറച്ചൊക്കെ, കാരണം റഫ് ആൻഡ് ടഫ് യൂസിങ് ആണ് നമുക്ക് ഇന്നോവയ്ക്കൊക്കെ എപ്പോഴും വരാറ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളും, അല്ലാതെ മനഃപൂർവ്വം ആരും വണ്ടി സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ആക്കുമല്ലോ കേട്ടോ. അപ്പോൾ റിയറിൽ വന്നിട്ട് നോക്കുമ്പോൾ ആ ലെക്സസിൻ്റെ ബമ്പറാണ്. ഈ ഒരു ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് Type 4ൻ്റെ ബമ്പർ ഇൻസ്റ്റാൾ ചെയ്യും. അതേപോലെ തന്നെ റിയറിൽ നമ്മൾ സ്കേർട്ട് ആഡ് ചെയ്യും കേട്ടോ. പിന്നീട് നമുക്ക് ബാക്കിലൊക്കെ സ്റ്റിക്കറാണ്. ഈ ഇതൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ സ്റ്റിക്കറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പെയിൻറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ നമുക്ക് ബാക്കിൽ വരുത്താനില്ല, കാരണം ഓൾറെഡി നമുക്ക് ടൈൽ ലാമ്പൊക്കെ ഫാൻസി ടൈപ്പ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വണ്ടിയിൽ ചെയ്യാനില്ല കേട്ടോ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാനില്ല. അത് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം, കാരണം പെയിൻറ്റിങ് അതേപോലെ നമുക്ക് ആ Type 4 കൺവേർഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ലെക്സസിൻ്റെ ഒരു ബമ്പറും ഗ്രില്ലും മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അതേപോലെ റിയർ ബമ്പർ, സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്യും, പെയിൻറ്റിങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ.
ഫൈനലി നമ്മൾ ഇന്നോവയുടെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. നമ്മളൊരു ന്യൂ കളറാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഒരു വണ്ടിൻ്റെ ലുക്ക്, പഴയ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ, ഒരു പുതിയ ഫേസിലേക്ക് നമ്മൾ ഈ വണ്ടിനെ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി അപ്ഡേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾറെഡി വണ്ടി ടൈപ്പ് 4, പക്ഷേ ഈ വണ്ടിയിൽ ലെക്സസിൻ്റെ കിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വണ്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളറാണ്. കണ്ടോ, ആ ഒരു കളറ് ഹെവി ലുക്കാണ്. കാരണം ഔട്ട് സൈഡ് നിങ്ങൾ വീഡിയോയിൽ എത്രമാത്രം ലുക്ക് ഉണ്ട് നിങ്ങൾക്ക് അറിയണ്ട, ഡയറക്റ്റ് കാണുമ്പോൾ ഒരു ഹെവി ലുക്കാണ് ഒരു വർക്കുകൾ. പിന്നീട് നമ്മൾ ഓൾറെഡി വണ്ടിക്ക് ബോണറ്റും ഫ്രണ്ടറൊക്കെ ടൈപ്പ് 4ൻ്റെ ആയിരുന്നു, പക്ഷേ കിറ്റ് ലെക്സസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈപ്പ് 4 ആ സ്റ്റോക്ക് ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ക്രോമും കാര്യങ്ങളും ആ ഒരു ഓയി ലുക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ നമ്മളൊരു സ്റ്റെല്ലർ സ്കേർട്ട് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ നമ്മൾ ഡുവൽ ടോൺ ബ്ലാക്കും അതേപോലെ ബോഡി കളറും വിത്ത് അറ്റാച്ച് ആയിട്ടാണ് നമ്മൾ സ്കേർട്ട് ഈ ഒരു വണ്ടിയിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാംപ്സ് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്രാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 പുതിയ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ സൈഡ് ലുക്ക് നോക്കുമ്പോൾ ഓൾറെഡി നമുക്കൊരു അലോയ്സ് വണ്ടിയിൽ ഉണ്ടായിരുന്നു, നമ്മളതൊന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിററും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ടൈപ്പ് 4 വരുന്ന സ്കേർട്ട്സ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ഓൾറെഡി ഒരു ഫൈബർ സ്കേർട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ ടൈപ്പ് 4 വരുന്ന സ്കേർട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ ഡോറിൻ്റെ ഫ്രെയിം പോർഷൻ നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്കിലും ചെയ്തിട്ടുണ്ട്. വണ്ടി നമ്മൾ റൺ ചെയ്ത് കൊടുന്ന ഒരു ചളിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളൊരു ബ്രംബോ കാലിബർ കവർ ഇതിൽ ഇൻസ്റ്റാൾ, യൂണിവേഴ്സൽ കാലിബർ കവറാണ്, ഒരു റെഡ് കളറിൽ നമ്മൾ അതും ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫൈനലി റിയർ പോർഷനിലാണ്. റിയർ പോർഷനിൽ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ സ്പോയിലർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈപ്പർ ആമും ബ്ലേഡും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിക്കി ഗാർണിഷ് വിത്ത് ലൈറ്റ്സ് ആണ്, അതിന് ഷോർട്സ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൈലാമ്പ് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ്. നമ്പർ പ്ലേറ്റ്സ് നമ്മൾ IND നമ്പർ പ്ലേറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റിയർ ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ റിയർ ബമ്പറിൽ നമ്മൾ ആ സ്റ്റെല്ലർ സ്കേർട്ട് വിത്ത് അറ്റാച്ചിൽ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടി ചെയ്തത്. ഇന്ത്യയിൽ നമ്മൾ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഔട്ട് സൈഡിലാണ്, കാരണം വണ്ടി കളർ ചേഞ്ച് ആയി. ഇതിൻ്റെ ബ്ലാക്ക് വണ്ടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കളറിലോട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ വീഡിയോസിൽ എത്രമാത്രം ക്ലാരിറ്റി കാണിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷേ ലൈവായിട്ട് കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാറ്റില്ല. മെയിൻലി നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ലെക്സസ് കിറ്റ് ടൈപ്പ് 4ലേക്ക് ആക്കി. അതേപോലെ സ്റ്റെല്ലാർ സ്കേർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.